ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് നമ്മുടെ പരിപാടി ഇവിടെ ആരംഭിക്കാം. കിച്ചൺ കം സ്റ്റോർ നിർമ്മിച്ചിരിക്കുന്നതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും ആദരണീയനായിട്ടുള്ള MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അവർ, സ്വാഗത ഭാഷണം നടത്തിയിട്ടുള്ള സ്കൂൾ HM താര ടീച്ചർ, അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്നതിന് വേണ്ടി കുറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം കൊണ്ടും ഇന്ന് വളരെ സ്നേഹത്തോടു കൂടെ ഉദ്ഘാടനം നിർവഹിക്കാൻ വന്നിരിക്കുന്ന നമ്മളുടെ ബഹുമാനപ്പെട്ട സണ്ണി ജോസഫ് അവരുടെ, കാരണം വളരെ സുഹൃത്താണ്, ഡോബോസ്കോയുടെ വളരെയധികം ബന്ധമുള്ളതാണ്. ഈ അധ്യക്ഷ വേദിയിലുള്ള മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള അച്ഛന്മാർ, ഹെഡ്മിസ്ട്രസ്, വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, PTA ഭാരവാഹികൾ, ജനപ്രതിനിധികൾ, പ്രിയമുള്ള അധ്യാപകര്, നമ്മുടെ രക്ഷിതാക്കളെ, വ്യത്യസ്ത തുറകളിൽ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു. നാളെ നമ്മുടെ മക്കളെ അതിലേക്ക് നയിക്കുക, പ്രാപ്തരാക്കുക, അതിനുള്ള സംവിധാനമാണ് വിദ്യാഭ്യാസം. അറിവ് സമ്പാദനം മാത്രമല്ല, വ്യക്തിത്വ വികസനം, സ്വഭാവ രൂപവത്കരണം, ഇതെല്ലാം വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ തന്നെയാണ്. ആ വിദ്യാഭ്യാസത്തിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഞാൻ ജോയി അച്ഛൻ്റെ കൂടെ ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ അച്ഛൻ വളരെ ഉള്ളിൽ തട്ടി പറയുകയായിരുന്നു, ഈ വിദ്യാലയത്തിലെ മക്കളും അധ്യാപകരും എല്ലാം വളരെ നന്മയുള്ളവരാണ്, കഴിവുള്ളവരാണ്. ഞാൻ പേരൻസിനെയും ആ നിലയിൽ ഈ വിദ്യാലയത്തിന്റെ നടത്തിപ്പിൽ മാനേജ്മെന്റുമായും അധ്യാപകരുമായും സഹകരിച്ചുകൊണ്ട് ഇതിനെ ഉന്നതിയിലേക്ക് നയിക്കാൻ സഹകരിക്കുന്നവരാണ് ഇവിടുത്തെ രക്ഷിതാക്കളും എന്ന് മനസ്സിലാക്കുകയാണ്. കുട്ടികളുടെ യൂണിഫോമും അവരുടെ പെരുമാറ്റവും എല്ലാം വളരെ മനോഹരമായിരിക്കുന്നു, ആകർഷകമായിരിക്കുന്നു. നല്ല അച്ചടക്കത്തോടു കൂടിയാണ് കുട്ടികളെ ക്ലാസ്സിലും അതുപോലെ തന്നെ ഈ മീറ്റിങ്ങിലും എല്ലാം സംബന്ധിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അത് ഈ സ്ഥാപനത്തിന്റെ ഇവിടുത്തെ മക്കളുടെ എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് അപ്പൊ അവർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ കൊടുക്കുക. പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ പറഞ്ഞതുപോലെ ആ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം ഉൾപ്പെടെ കൊടുക്കുന്നത്. വളരെ മനോഹരമായ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നതിലും ഞങ്ങൾക്കെല്ലാം വലിയ സന്തോഷമുണ്ട്. ഈ വിദ്യാലയത്തെ കുറിച്ച് ആമുഖമായി പറയുന്നു, പുതിയ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ ഇത് അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ എണ്ണത്തിലും അച്ചടക്കത്തിലും പഠനാനുബന്ധ പ്രവർത്തനങ്ങളുടെ വിജയത്തിലുമെല്ലാം ഈ വിദ്യാലയം ഒരു മാതൃകാ വിദ്യാലയമായി മാറിയിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളും നന്നായിട്ട് തന്നെ ഈ വിദ്യാലയത്തിന്റെ ഭാഗമായി മാറുന്നുവെന്ന് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. കർത്താവ് കൂടിയിലേക്ക് ഉപജീവനത്തിനു വേണ്ടി അധ്വാനിക്കുന്നതും നിഷ്ഫലമാകുന്നു.
പുഴയിലൊരാകാശം കണ്ടു പുഴയുടെ തീരത്തൊരു പ്രാണനായി വിസ്മയമോടെ ഞാൻ നിന്നു. നല്ല രീതിയിലുള്ള ഒരു അടിഞ്ഞ ചിത്രം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് മുൻകാലത്തുള്ള PTA കമ്മിറ്റി ലേഖ്വാണ്ടി. തീർച്ചയായും നമുക്കറിയാം നമ്മുടെ പഠന പ്രവൃത്തികളോട് തന്നെയാണ് നമ്മുടെ കുട്ടികൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയായ കിച്ചൺ കം സ്റ്റോറിന്റെ ഉദ്ഘാടനമാണ് യുടെ സഹായത്തോടെയും നമ്മുടെ മാനേജ്മെന്റിന്റെ സഹായത്തോടെയും കൂടി നിർമ്മിച്ചുള്ള കിച്ചൺ കം സ്റ്റോർ മനോഹരമായ കിച്ചൺ കം സ്റ്റോർ പറഞ്ഞ പോലെ കിച്ചൺ കം സ്റ്റോറിന്റെ ഉദ്ഘാടനമാണ്. ഈ അവസരത്തിൽ ഇവരോടെല്ലാം പ്രത്യേകം നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഈ പഞ്ചായത്തിലെ നമ്മുടെ സ്കൂളിലെ